Hi all. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് മലയാളം. അതുപോലെ നമ്മളെല്ലാവരും ഏറ്റവും അധികം പേടിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ബിക്കോസ് 10 മാർക്കുണ്ട്. എങ്കിലും +2 ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ആ ടച്ചൊക്കെ വിട്ടുപോയിട്ട് ആകെ വിഷമിച്ചൊക്കെ ഇരിക്കായിരിക്കും. മിക്കവാറും ചിലർ 10th വെച്ച് തന്നെ ആ ഒരു ഇത് സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളവരാണ് പഠനം അവിടെ വെച്ച് മലയാളം നിർത്തി. അപ്പോൾ ഇത്ര ബുദ്ധിമുട്ടാണ്. പക്ഷേ മലയാളം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മാർക്ക് മേടിക്കാൻ പറ്റും. കാരണം ഇത് കൂടുതലും ഒരു ഏരിയ ഉണ്ട്. അതായത് PYQs ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം മാർക്ക് അടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ PSC ആവർത്തിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കൂടി ഉൾപ്പെടുത്തുന്നത്. വെൽക്കം ടു അഡ 24/7 മലയാളം ചാനൽ. ഫസ്റ്റ് അപ്പോൾ നമുക്കൊന്ന് പിരിച്ചെഴുതിയാലോ. മണൽ പ്ലസ് അരണ്യം, കാട് അല്ലേ, മണൽ പ്ലസ് അരണ്യം ചേർത്തെഴുതുക. അപ്പം നമ്മുടെ മുന്നിലാ മണൽ പ്ലസ് അരണ്യം എന്ന് പറയുമ്പം മണലാരണ്യമാണോ മണലരണ്യമാണോ, രണ്ട് ഡൗട്ടുകൾ വരും. സി, ഇവിടെ ആയാണ്, ഇവിടെ നോക്കുക, ഇവിടുത്തെ ചിഹ്നമായാണ്. അപ്പോൾ അതുമായിട്ട് ചേർത്ത് ഏത് വരും? ഓപ്ഷൻ ബി ആണ് ആൻസർ. മണൽ പ്ലസ് അരണ്യം, മണലരണ്യം, മണലാരണ്യം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? വേദത്തിലെ വാക്യം, വിശുദ്ധമായ വാക്യം, അലംഘനീയമായ അഭിപ്രായം ഇവയൊന്നുമല്ല. വേദവാക്യം ഞാൻ പറയുന്നത് എല്ലാം വേദവാക്യമാണ് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? വേദത്തിലെ വാക്യമാണോ, വിശുദ്ധമായ വാക്യമാണോ? അവൻ ടീച്ചർമാരൊക്കെ പറയുന്നത് വേദവാക്യമായി കരുതുന്ന ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധവാക്യമായിട്ട് കരുതുന്ന ആളാണെന്നാണോ അർത്ഥം? അല്ല, അതെന്താണ്? അലംഘനീയമായ അഭിപ്രായമാണ്. ഒരിക്കലും അത് പിന്നെ മാറില്ല, അത് ഉറപ്പിച്ചു. ചിലവർ ഗുരുവിനോടൊക്കെ പണ്ട് കാലത്ത് എൻ്റെ ഗുരു പറഞ്ഞ വാക്കുകൾ ഞാൻ വേദവാക്യമായി കാണുന്നു, കാരണം അത് ഞാൻ ഒരിക്കലും മാറ്റില്ല. അതാണ് വേദവാക്യം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വേദവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ആൻസർ. അലംഘനീയമായ അഭിപ്രായത്തെയാണ് നമ്മൾ വേദവാക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഓപ്ഷൻ എ വിരോധാഭാസമാണ്, ഓപ്ഷൻ ബി വൈരുദ്ധ്യമാണ്, ഓപ്ഷൻ സി വിരോധമാണ്, ഓപ്ഷൻ ഡി വിശുദ്ധമാണ്. അപ്പോൾ നമ്മൾ അധ്യാപകർ സ്വന്തം ജീവിതത്തിൽ അച്ചടക്കമൊന്നും ഇല്ലെങ്കിലും നമ്മൾ കുട്ടികളോട് അങ്ങനെ വേണം, അച്ചടക്കത്തോടെ പെരുമാറണം, ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ക്യൂ പാലിച്ചിട്ട് വേണം കാര്യങ്ങൾ നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ആരോടും വഴക്കുണ്ടാക്കാൻ പാടില്ല, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് നേരെ ഓപ്പോസിറ്റ് അധ്യാപകർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു എന്താണ്? അതൊരു വൈരുദ്ധ്യമാണ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അത് വൈരുദ്ധ്യമാണ്. അതായത് നമ്മൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. അതായത് അച്ചടക്കത്തോടെ പെരുമാറണമെന്ന് പറയുന്നു, വേറൊന്ന് പ്രവർത്തിക്കുന്നു. അത് ഓപ്ഷൻ ബി വൈരുദ്ധ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്ത്? നമ്പ്യാതിരി, നമ്പി, നങ്ങ്യാർ, നമ്പ്യാത്തി. നമ്പ്യാർ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസേഴ്സ് ഇട്ടോളൂ. നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം നമ്പ്യാതിരി, നമ്പി, നങ്ങ്യാർ, നമ്പ്യാത്തി. ഏതാണ് നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം? ആൻസേഴ്സ് പെട്ടെന്ന് കമൻ്റ് ആയിട്ട് ഇട്ടോളൂ എല്ലാവരും. നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഓപ്ഷൻ സി ആണ് ആൻസർ. നങ്ങ്യാറാണ്. നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? ഓപ്ഷൻ സി നങ്ങ്യാറാണ്. കാടും പടലും തല്ലുക, അത് പ്രിയസ് സ്ഥിരം ചോദിക്കുന്നതാണ്. കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം അപ്രസക്തമായത് പ്രതിപാദിക്കുക, വേട്ടയാടാൻ പോവുക, കാണാതെ പോയത് അന്വേഷിക്കുക, മറ്റുള്ളവരെ അകാരണമായി ഉപദ്രവിക്കുക. കാടും പടലും തല്ലുക. അതായത് നമ്മൾ ചിലവരോടൊക്കെ എന്താ അവിടെ സംഭവിച്ചേ, എന്ത് വരുന്നു അവിടെ ഇത്ര വലിയ കുറച്ച് സമയമായിട്ട് വഴക്ക് നടക്കുന്നില്ല, എന്താ കാര്യം എന്ന് പറയുമ്പം ഇവർ
ആദ്യം മുതൽക്കൊണ്ടായ കാര്യം, ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഇത്ര നേരത്തെ വന്ന സമയത്ത് ആദ്യം അവിടെ രണ്ടുപേരിരുന്നത്, അതായത് ആദ്യം മുതൽക്കേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ പണ്ട് കാലത്തുള്ളവർ പറയുന്ന ഒരു വാക്കാണ്, അപ്പോൾ ഒരു ഫ്രൈസ് എന്ന് പറയാം, ഇങ്ങനെ കാടും പടലും തല്ലണ്ട, ഉള്ള കാര്യം സംസാരിച്ചാൽ മതി. യെസ്, അതാണ് അപ്രസക്തമായത് പ്രതിപാദിക്കുക, വേണ്ടാതെ എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് പറയുന്നത്, കാടും പടലും തല്ലുക. ഓപ്ഷൻ എ ആണ് ആൻസർ, അപ്രസക്തമായത് പ്രതിപാദിക്കുക. നെക്സ്റ്റ് വൺ നമുക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തടിനി, ഓപ്ഷൻ ബി തളിമം, ഓപ്ഷൻ സി സൈകതം, ഓപ്ഷൻ ഡി തലിനം. എന്തായാലും സൈകതം അല്ല, ഒരു പാട്ടില്ലേ ഹിമസൈത സൈകതം ഭൂ, അപ്പോൾ സൈകതം അല്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പം നദിയുടെ പര്യായമാണ് ചോദിച്ചിരിക്കുന്നത്. നദിയുടെ പര്യായം, നദിയുടെ പര്യായം എന്താണ്? യെസ്, തടിനി, സരിത, അതൊക്കെ നദിയാണ്. യെസ്, നദിയുടെ പര്യായം ഓപ്ഷൻ എ ആണ് ആൻസർ, തടിനിയാണ്. താഴെ തന്നതിൽ നദിയുടെ പര്യായം ഓപ്ഷൻ എ തടിനിയാണ്. തടിനി, സരിതയും ഒക്കെ നദിയുടെ പര്യായമാണ്. സമാന പദം, കാറ്റ്, തീ, വെയിൽ, സൂര്യൻ. സമാന പദമാണ് ചോദിച്ചിരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ്, എപ്പോഴും ചോദിക്കുന്ന. ഇനൻ ആരാണ്? ഇനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? PSC പരീക്ഷകളിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനൻ ആരാണ്? യെസ്, നമുക്കൊക്കെ അറിയാം ഇനൻ ആരാണ്. ഇനൻ സൂര്യനാണ് കേട്ടോ. ഓപ്ഷൻ ടി ആണ് ആൻസർ. ഇനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ഡി, സൂര്യനാണ് ഇനൻ. തെറ്റില്ലാത്ത വാക്യമേത്? തെറ്റില്ല. നന്ദി രേഖപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, നന്ദി തരുന്നു, നന്ദി വാങ്ങുന്നു. ഇതൊക്കെ മനസ്സിലായി, പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ ആരെങ്കിലും പറയുമോ ഞാൻ നന്ദി നിങ്ങൾക്ക് തരുക, അല്ല നന്ദി ഞാൻ വാങ്ങുക, അല്ലെങ്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അത് നമ്മൾ ചിലപ്പോഴൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകും. ചില മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ശരിക്കും അത് തെറ്റായ പ്രയോഗമാണ്. മീറ്റിങ്ങുകളിലൊക്കെ പറയും, എനിക്ക് ഈ അവസരം തന്ന എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി ഇവിടെ ഞാൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമ്മളും അത് ഓർക്കും, ഞാൻ അവിടെ ഇത് കേട്ടിട്ടുണ്ട്, നമ്മൾ എഴുതി വെക്കും, രേഖപ്പെടുത്തുന്നു. പക്ഷെ നമ്മുടെ PSCയുടെ ഉത്തരം അതല്ല, നന്ദി പറയുന്നു എന്നത് തന്നെയാണ് തെറ്റില്ലാത്ത വാക്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ, തെറ്റില്ലാത്ത വാക്യം നന്ദി പറയുന്നു. ക്ലിയർ? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത്? ആയോധനകലയുടെ പരിശീലനം, ആരാധനയുടെ പ്രാധാന്യം, വിളവിൻ്റെ സമൃദ്ധി, അധ്വാനത്തിൻ്റെ മഹത്വം. പണ്ട് കാലത്ത് കുറച്ച് മടിയന്മാരൊക്കെ ഉള്ളപ്പം വീട്ടിലെ അമ്മമാരൊക്കെ ഇങ്ങനെ പറഞ്ഞ മടിയന്മാരായ കുട്ടികൾ ഉപദേശിക്കുന്നത് എന്തു പറയും? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അത് എന്താണ് അതിൻ്റെ മീനിങ് എന്ന് ഓർക്കും. അതിൻ്റെ അർത്ഥം പണ്ടത്തെ കാലത്തെ ഒരു ഇതാണ് കേട്ടോ. നമ്മൾ ചേറ്റിലൊക്കെ പോയി നന്നായിട്ട് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആഹാരം കഴിക്കാനും ആരോഗ്യത്തോടെയൊക്കെ നമ്മൾ സന്തോഷമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ചേറ്റിലൊന്നും പോയി ജോലി ചെയ്യില്ല അങ്ങനെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെ ഇപ്പോൾ ഉള്ളപ്പോഴും പറയും, മടിയന്മാരോടും മടിച്ചുകളോടും ഒക്കെ പറയുന്നത് ഈ ഒരു വാചകം, ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അധ്വാനത്തിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്, അധ്വാനത്തിൻ്റെ മഹത്വം. നെക്സ്റ്റ് വൺ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുളം കോരുക എന്ന ശൈലിയുടെ അർത്ഥം മോടി പിടിപ്പിക്കുക, അധ്വാനിക്കുക, നന്നാക്കുക, നശിപ്പിക്കുക. എല്ലാം കൊളാക്കി വെച്ചിട്ടുണ്ട്. കുളം കോരി, കുളം കോരുക എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് ആൻസർ, നശിപ്പിക്കുകയാണ്. അതെന്താ അങ്ങനെ ആ ഫ്രൈസ് ഉണ്ട്? അത് എവിടെ നിന്ന് ആ ശൈലി വന്നെന്നറിയാവോ? നമ്മുടെ തിരുവിതാംകൂറിലെ രാജാവ്, ആദ്യത്തെ രാജാവ് ഉണ്ടായിരുന്നല്ലോ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഈ മാർത്താണ്ഡവർമ്മ ട്രാവൻകൂറിലെ റൂളറായ സമയത്ത് അവിടെ 8 റോയൽ ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരും രാജാവും
അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ, അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കുന്ന സമയത്ത് ഈ 8 റോയൽ കുടുംബങ്ങൾ, അതായത് റോയൽ ഫാമിലീസ് ആണ്, ചെമ്പഴന്തി, കൊടുമുണ, വെങ്ങാനൂർ അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലത്ത്, കഴക്കൂട്ടം, അവിടുത്തെ അംഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള 8 കുടുംബങ്ങളിൽ നിന്നുള്ള 8 പ്രമുഖരായ വ്യക്തികളും രാജാവും കൂടി ഇരുന്നാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ രാജാവിന് ഒരു അരയോട്ട്, ഈ നല്ല റോയൽ ഫാമിലീസിൽ നിന്ന് വന്നവർക്ക് എല്ലാവർക്കും 1 വോട്ട്. അങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നു, 8.5 യോഗം. അപ്പം രാജാവ് നോക്കിയപ്പം ഇവർക്ക് രാജാവ് അരയോട്ടല്ലേ ഉള്ളൂ, ഇവർക്ക് 1 വോട്ടില്ലേ. അപ്പം രാജാവിന് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം രാജാവ് ഈ 8 വീട്ടിൽ പിള്ളമാരെ നിശേഷം വധിച്ചു. അവരെ വധിച്ച് ആ ഒരു 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്ന ആ കുടുംബം, അവരുടെ കുടുംബം തന്നെ കുളം തോണ്ടി. അതിൽ നിന്നാണ് കുളം കോരുക എന്ന ശൈലി വന്നത്. ഇത് അവരെ നശിപ്പിച്ച് കളഞ്ഞു. അതാണ് കുളം കോരുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം നമുക്ക് ഇതിനൊക്കെ ഒരുപാട് ചോദ്യം നമ്മൾ പറഞ്ഞില്ല, സെക്രട്ടേറിയറ്റ് അത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മുടെ 10 മാർക്ക് മലയാളമാണ്. അപ്പോൾ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഒഴിവാക്കരുത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രസൻറ്റ് ചെയ്തുള്ളൂ. അത് PYQ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ നിങ്ങളും ആ ലോജിക്ക് വെച്ച് ആലോചിച്ചപ്പോൾ നിങ്ങൾ ആ ആൻസറിലേക്ക് എത്തി. അപ്പം നമ്മൾ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് കളയുന്നത് കൊണ്ടാണ് അത് ബുദ്ധിമുട്ടായി തോന്നുന്നത്. പഠിച്ചു തുടങ്ങിയാൽ എളുപ്പമായിരിക്കും. പിന്നെ കുറച്ച് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട്, അങ്ങനെ PSCയിൽ പഠിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും ഒരുപോലെ ഈസി ആവുന്നില്ല. കുറച്ച് ചിലപ്പം ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ഹിസ്റ്ററിയിലെ വർഷങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാം. അതുപോലെ നമ്മുടെ LDCക്കൊക്കെ പഠിക്കുന്നവർ സുപ്രധാന നിയമങ്ങളൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് ആ ഇയറുകൾ, ഉപഭോക്തൃ സംരക്ഷണ നിയമമോ അല്ലെങ്കിൽ നമ്മുടെ പോക്സ്കോയും ഒക്കെ വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. അല്ലെങ്കിൽ കേരളം ഭരണവും ഭരണ സമ്പ്രദായങ്ങളും ആ ഒരു ഏരിയ, അതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കുക. GK പിന്നെ നമുക്ക് LDC ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല അവർ ചോദിക്കുന്ന ഏരിയ ഏതാണെന്ന്. സോ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് മലയാളവും ഇംഗ്ലീഷും മാത്സും ആണ്. അവിടെ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പം നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ ഒക്ടോബറിന് ശേഷം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നേരത്തെ തന്നെ ആരംഭിക്കാൻ. ഇനി നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അഡ 24/7 മലയാളവും ഇതിൻ്റെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ ഗൂഗിളിലേക്ക് പോവുക, ഫോണിലോ ലാപ്പിലോ ചെയ്യാം. അഡ 24/7 മലയാളം കൊടുക്കുക. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. ഇത് അവിടെ രണ്ടാമത് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡബിൾ വാലിഡിറ്റി. അതായത് ഇന്ന് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മന്ത് എൻഡ് സ്പെഷ്യൽ ഓഫർ അവൈലബിൾ ആണ്. അതായത് മാക്സിമം പ്രൈസ് ഡ്രോപ്പും അലോങ് വിത്ത് ഡബിൾ വാലിഡിറ്റി. അതായത് 2 വർഷത്തേക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ ഈ കോഴ്സ് ഉണ്ടാവും. അതായത് നമ്മുടെ ക്ലാസ്സൊക്കെ ലൈവാണ്. ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ്, റിവിഷനും മെൻ്റർ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഡ 24/7 കൊടുക്കുക. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റ് ലിങ്കാണ്. രണ്ടാമത് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചുണ്ട്. എന്തോ ജസ്റ്റ് സൈറ്റ് എന്തോ എററായിട്ടാണ്. എനിക്കിത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ എക്സ്പ്ലോർ മോർ അതവിടെ ബൈ നൗ വരും. അതായത് ഫസ്റ്റ് ഇവിടെ നമ്മൾ ബൈ നൗ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്രോഡക്റ്റിൻ്റെ താഴെ തന്നെ അത് ഫോണിലോ ലാപ്പിലോ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ബൈ നൗ കൊടുക്കുക. അപ്പോൾ ആദ്യം ഡിസ്കൗണ്ട് കോഡാണ്, കൂപ്പൺ കോഡ് മറക്കണ്ട, Y362 Y362 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. അപ്പോൾ 399 രൂപ ഡിസ്കൗണ്ടും കഴിഞ്ഞ് 1952 രൂപ മാത്രമേ ഉള്ളൂ കോഴ്സ് ഫീ. അതായത് കോഴ്സിൻ്റെ പ്രൈസ് മാക്സിമം ഡ്രോപ്പായി കിടക്കുകയാണ് 1952. ഫുൾ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കണം. തേർഡ് ഓപ്ഷൻ പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇനി പർച്ചേസ് ചെയ്ത കോഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ഗൂഗിളിലേക്ക് പോവുക. എന്നിട്ട് നമ്മൾ
നമ്മൾ അവിടെ ADA 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനകത്തിൽ രണ്ടാമത് സ്റ്റേറ്റ് എക്സാമിൽ മൂന്നാമത് നമ്മുടെ കേരളയുണ്ട്. അവിടെ പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുക ആപ്പിൽ. എന്നിട്ട് മൈ കോണ്ടന്റിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം കാണിക്കുന്നുണ്ട്. പക്ഷേ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ വീക്ക് മുതൽ കറക്റ്റ് ഒരു ഓർഡറിൽ പോകത്തുള്ളൂ. അതായത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലൈവാണ്. ലൈവ് പറ്റിയില്ലെങ്കിൽ മാത്രം റെക്കോർഡഡ് വീഡിയോ. അതായത് ഒരു ദിവസം 2 ക്ലാസ്സുകൾ ഉണ്ടാവും, 2ഉം ലൈവാണ്. അപ്പോൾ ലൈവ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു 4 hours കഴിയുമ്പോൾ റെക്കോർഡഡ് വീഡിയോ കിട്ടും. നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകൾ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഇതിൻ്റെയൊക്കെ നോട്ട്സൊക്കെ നമ്മൾ ടീച്ചേഴ്സ് തരുന്നതാണ് എല്ലാ ടോപ്പിക്കിൻ്റെയും. ദെൻ നമ്മുടെ ചാനൽ ADA 24/7 മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. കോണ്ടന്റ് സെഷൻസ് ആണെങ്കിലും നോട്ടിഫിക്കേഷൻ ആണെങ്കിലും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ ഉണ്ട്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം.